അതെയോ? കൊണ്ടോണോ? ഇവിടെ ഉണ്ടെങ്കിൽ നല്ലത്. ചേര നല്ലതല്ലേ? ഈ ചേര കൊത്തുവോ? ഇല്ല ഇല്ല, ഒന്നും ചെയ്ത കടിക്കും. എന്താ പറയാ, അങ്ങനെ കടിക്കില്ല. നല്ലോണം ബുദ്ധിമുട്ടാക്കിയെങ്കിലേ കടിക്കും, അല്ലാണ്ട് കടിക്കില്ല. പാവം. അപ്പൊ ചേരയില്ലേ തല കുത്തി വെച്ചിട്ട് അടിക്കും തന്നെ പറയുന്നുണ്ട്. അതല്ല വെറുതെ. അതെയാ? അങ്ങനെ ഒരു പാമ്പിനും അങ്ങനെ അടിക്കാനൊന്നും പറ്റില്ല. അതെത്രക്കുണ്ടപ്പാ. പിരിഞ്ഞു പോയല്ലേ. മറ്റേനെ പൊടി ആക്കുകയാണ്. അങ്ങോട്ടോ കിണറ്റിലേക്ക് പോവോ? വല കെട്ടിട്ടില്ലേ? വല കെട്ടിട്ടില്ല, ഊർന്നിട്ട് കിണറ്റിലേക്ക് പോകും. അടിങ്ങി നിന്നാൽ പെട്ടെന്ന് ഒഴിവാക്കി തരാം, ഇല്ലെങ്കിൽ നിങ്ങള് കളിച്ചോണ്ടാവും. മറ്റേ നല്ല അടിയായി. ഓനിങ്ങനെ കളിക്കുന്നോണ്ട്. ബെൽജിന് നല്ല അടി വരും. ബെൽജിന് നല്ല അടി വരും, ഓനിങ്ങനെ കളിക്കുന്നുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കൈ കൊണ്ട് തൊടൂല? അല്ല ചോദിച്ചു, ഈ ബാബാ സുരേഷ് അല്ല ഇങ്ങനെ പിടിച്ചു തൊടാൻ പാടില്ലാത്തൊന്നുമില്ല. നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിന് നമ്മ നേരെ രീതിയിൽ ചെയ്യുന്നല്ലേ. ഇതൊക്കെ ശങ്കല പിടിച്ചെങ്കിൽ അതിന് ഇഞ്ചുറി വരും. ഇപ്പൊ ഇതെല്ലാം നമ്മള് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്നതാണ്. തോന്നിയ പോലെ ബാബാ സുരേഷിന് വീണ്ടും കടി കിട്ടി. തോന്നിയ പോലെ നമുക്ക് അതിനെ റെസ്ക്യൂ ചെയ്യാൻ പാടില്ല. എന്റെ ഇളപ്പന്റെ മുമ്പ് പഠിക്കുന്നുണ്ടേ ഇത് കുമാരൻ എന്ന് പറഞ്ഞിട്ട്. ഓന്റെ വീട് തന്നെ ആദ്യം കാണുന്നേ. ഓന് ചങ്ക് കാണിക്കുന്നില്ല, കാണിച്ചെങ്കിൽ പെട്ടെന്ന് ആന്ന് പറഞ്ഞു വേറെടാ. കർഷകന്റെ ബന്ധുവല്ലേ ഇവറ്റകള്? കർഷകന്റെ മിത്രം. ഇപ്പൊ ഇതിനെ കൊല്ലാനും പാടില്ല, സംസ്ഥാന പാമ്പല്ലേ? സംസ്ഥാന പാമ്പ്. നിങ്ങൾ എത്രക്കുണ്ട്? കളക്ടറേറ്റ് നിങ്ങളുടെ നമ്പർ തന്നെ. കളക്ടറേറ്റ് അവിടെ എന്റെ അനിയത്തിണ്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ അവളോട് വിളിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും അന്ന് പിടിച്ചാ നമ്മ നിങ്ങൾ കണ്ടെന്ന് എനിക്കറിയില്ല, അപ്പൊ ആരെങ്കിലും ഒരു നമ്പർ എനിക്ക് തരണമെന്ന് പറഞ്ഞു. നായമർപ്പില്ല, അണ്ണേ ചെറിയച്ഛന്റെ മോളാന്ന്, അച്ഛൻ്റെ അനിയന്റെ മോളാന്ന്. ഓളിപ്പോ ഓളെ തർക്കത്താണ് താമസിക്കുന്നത്. എടുക്കാണ്ട് മറ്റേ എടുക്കാൻ കഴിയാ. ഒന്നിനെടുക്കാണ്ടല്ലേ? ഓ, ഇതിന്റെ ഫുള്ള് ഡാമേജ് ആയല്ലേ? തൊലിയെല്ലാം പോയില്ലേ? ഈ ചേര തയ്ക്കുന്ന പറഞ്ഞില്ലേ, തയ്ക്കുന്നെങ്കിൽ ഇപ്പൊ തയ്ക്കേണ്ടത്. അല്ല പണ്ടുള്ളവർ വെറുതെ തയ്ക്കൂന്നെല്ലാം പറഞ്ഞ മണ്ണിൽ കടിച്ചു പിടിച്ച അടിക്കുന്നല്ലേ? ഇപ്പൊ തയ്ക്കണ്ടല്ലേ? ഇപ്പൊ ഏറ്റവും ചൂടി വന്ന സമയം.
അതാ ഈ സാധനമില്ല ചേച്ചി, ആ. അതിനപ്പുറത്ത് ഇപ്പുറത്ത് 2 കല്ല് വെച്ചതാ. ഏത് ഇത്? ബാഗ്. ആ ഇത് ഇതാ ആ പായുന്നതിന് ആ ആ അത് വെക്കാൻ പറ്റും. ഞാൻ പിന്നെ കഴിച്ചത് നിങ്ങളോട് എവിടെ വെക്കേണ്ടത്. ഇനിയിപ്പോ ഇതിന്റെ ഉള്ളിലെ കൂടി പാസ്സാവും. പാസ്സാവൂല ചെറുത്. ഇത് അളക്കിങ് കൈക്ക് കടിക്കും. അങ്ങനെ ഇടാനുള്ള ഇതില്ല അല്ലേ? അങ്ങനെ കേട്ടോ, അന്നൊക്കെ കൈക്ക് ചൊറഞ്ഞില്ലേ ഫുള്ള് ചൊറഞ്ഞല്ലേ? കുറച്ച് വീതി വേണമായിരുന്നല്ല പൈപ്പ് വീതി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും കഴിയും. ചേരക്കെട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, ചേരക്കെട്ടി. എന്റെ ചിരക്കെട്ട് പോലെ ഉണ്ട്, നല്ല കെട്ട് വീണണ്ട. അത് മേലാ ഫീമെയിലാ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. മെയിലാ ഫീമെയിലാ നമുക്ക് ഒരു പാമ്പിനെ നമുക്ക് പറയാൻ പറ്റില്ല. അത് കാരണം അതിന്റെ ശാസ്ത്രീയമായി പിന്നെ പോയ പോട്ടുന്നില്ലേ, ചേരൊന്നും ആക്കല പോട്ട് നല്ലത്. അത് പോയി അങ്ങനെ. ചേര ഒരു കാരണവശാലും ഒരു വീട്ടിൽ നിന്ന് ഞങ്ങളോട് ഒഴിവാക്കാൻ പറയില്ല. കാരണം മൂർഖന്റെ കുഞ്ഞ്, അണലിന്റെ കുഞ്ഞ്, ചെറിയ ചെറിയ ഈ പെരുപ്പാമ്പിന്റെ കുഞ്ഞിനെല്ലാം ഇത് ഭക്ഷിക്കും. എവിടെയുള്ളത് അത് കണ്ടുപിടിച്ച് ഭക്ഷിക്കും. ഇങ്ങനത്തെ പൊത്തിലുള്ള എലികളെ ചേര നമ്മളെ വീട്ടിൽ പറ്റത്ത് ഞാനെല്ലാം കൊണ്ടുപോയിട്ട് ഇടലുണ്ട്. വീടിൻ്റെ അടുത്ത് തന്നെ ചേര കിട്ടി. ആ നല്ലത്, ഏറ്റവും നല്ലത്. കാരണം ഇതുള്ളത് കൊണ്ട് ബാക്കിയുള്ള വിഷപ്പാമ്പുകൾ വരില്ല. ആ വെല്ലാന്ന് വെച്ചാൽ ഈ എലികളെല്ലാം ഇത് പിടിച്ചു തീർക്കുന്നോണ്ട് അതിനുള്ള സാഹചര്യം ഇല്ല. ഏകദേശം പാമ്പിന് ഉടുമ്പ് തിന്നു. ഉടുമ്പിനെ ചേരാനൊന്നും വീട് ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ പാടില്ല. ഉടുമ്പുണ്ടെ നല്ലത്. ഉടുമ്പ് ഈനും തിന്നും, ചേരനും കഴിക്കും. ഉടുമ്പ് എലീനെ ഭക്ഷിക്കുന്നതിനെ കേട്ടിട്ടില്ല. എന്നാലും പാമ്പിനെല്ലാം തിന്നും. 2 സൈസിലുള്ള ഉടുമ്പുണ്ട്. ചെറിയ ഉടുമ്പില്ലേ, പൊന്നുടുമ്പ് എന്നിട്ട് ഉടുമ്പില്ല. കേരളത്തിലുള്ളതാകെ ഒരു ഉടുമ്പേ ഉള്ളൂ. ഈ പൊന്നുടുമ്പ് എന്ന് പറയുന്ന ഉടുമ്പിന്റെ കുഞ്ഞിനെയാണ്, ചെറിയ കുഞ്ഞിനെ. അല്ല ഒരു ടൈപ്പിലുള്ളതില്ല, വലിയ മുതല പോലെയുള്ളത്. അത് ചെറുത്, അത് കുഞ്ഞതിന്റെ. അത് വലുതായിട്ടാകുമ്പോ നമ്മുടെ സാധാ ഉടുമ്പിന്റെ കോലം വരും. മനസ്സിലായ? പൊന്നുടുമ്പ് മണി ഉടുമ്പ് എന്നല്ലേ, അങ്ങനത്തെ ഒന്നും സംഭവം ഇല്ല. ഈ ചേരന്റെ ഇത് കണ്ടോ, തല കണ്ടത് അവിടെ അടിയിൽ ഈ കറുത്ത ലൈൻ ഉണ്ടാവും, മാർക്ക്. മൂർക്കല്ല അത് ഉണ്ടാവില്ല. കണ്ണ് മൂർക്കന്റെ ചെറിയ കണ്ണ്, ചേരന്റെ വലിയ കണ്ണായിരിക്കും. ഈ വരയുണ്ട് ലൈന്, ഈ ലൈന് വേറെ ഒരു പാമ്പിനില്ല. ഈ കറുത്ത ഇതാണ് മെയിൻ ചേരന്റെ അടയാളം. പിന്നെ ചേരന്റെ ഈ സ്കെയിലിന്റെ ബാക്കിൽ ഇതിങ്ങനെ കറുത്ത ലൈൻ ഉണ്ടാവും, ഈ പാടുണ്ടാവും. ചേരന്റെ തല കയറ്റാനാണ് പണി. ബാക്കിയുള്ള മൂർക്കനെല്ലാം പെട്ടെന്ന് കേറുന്നു പൈപ്പ് കാണുമ്പോ. മൂർക്കനെല്ലാം നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ എളുപ്പമെല്ലാം തുള്ളി ചാടി കളിക്കും. അണലി പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും വളഞ്ഞിട്ട് കൊത്തുവല്ലോ. അണലിയുണ്ട് അതിനിടെ. ഞാനുണ്ടാവല അണലീനല്ല ഈ ആ ചേരയില്ലേ, ഒരു വകയുള്ള അണലീനെല്ലാം കൊന്നു തീർക്കും. ചേരനെ ഒന്നും ആക്കൂല, പക്ഷെ കാണുമ്പോ എന്തോ വന്നല്ലേ, അതല്ലേ പ്രശ്നം. ഒരു പേടിക്കേണ്ട ആവശ്യമില്ല ചേരനെ. അല്ല ചേര സൗണ്ട് കേൾക്കുമ്പോ തന്നെ ഓടുന്നു. കടിക്കില്ല, ഒരു കാരണവശാലും ചേര കടിക്കില്ല.
പിന്നെ കടിച്ചാൽ തന്നെ പ്രശ്നമില്ല. ഇത്ര വലുത് കാണുമ്പോൾ നിങ്ങള് പറയുമ്പോ തന്നെ ഞാൻ വിചാരിച്ചില്ല 100% ചേര ആയിരിക്കും. രണ്ടും ഒരുമിച്ച് ഉണ്ടെന്ന് പറയുമ്പോ അല്ലേ? ഒരുമിച്ചുണ്ടാവും എല്ലാ പാമ്പും ആ മാറ്റിനിങ് സമയത്ത് ഉണ്ടാവും. ഈ സമയം മാറ്റിനിങ് സമയം തന്നെ ഇത് ഈ ടൈം അല്ലേ? പക്ഷെ കൂടുതൽ വലയിൽ കുടുങ്ങുന്ന ചേരയാണ്. പെട്ടെന്ന് ചേര 7 കളറിൽ ചേര 7 ടൈപ്പ് ഉണ്ട്. കറുത്ത ചേര ഉണ്ടാവും. അടിക്ക്